നല്ല നമസ്കാരം. അപ്പോൾ കോഴിക്കോട്ടെ BJPയുടെ താമരതന്ത്രങ്ങൾ വിരിയുകയാണ്. താമര കുടത്തിലാക്കാൻ പോയ വെള്ളാപ്പള്ളി നടേശൻ മുതലാളിയെ എല്ലാവരും കൂടി മോഹങ്ങൾ നൽകി ഒരു പരുവത്തിലാക്കി. അല്ലെങ്കിലും VS-ഉം VM സുധീരനും ആണയിട്ട് പറഞ്ഞതാണ്, ആറ്റിലേക്ക് അച്യുത ചാടല്ലേ ചാടല്ലേ എന്ന്. നടേശൻ മുതലാളി കേട്ടില്ല. കഷണ്ടിത്തലയിൽ ശുക്രൻ ഉദിച്ചു നിൽക്കുവാണെന്നും താമര വിരിയിക്കുമെന്നും പറഞ്ഞ് ഹെലികോപ്റ്ററിൽ പാവം പാഞ്ഞു നടന്നു. താമര വിരിഞ്ഞു. പക്ഷേ സ്വന്തം കുടും പൊട്ടി. മൈക്രോ ഫിനാൻസ് എന്ന മാക്രി പുറപ്പുറത്തിരുന്ന് കരയുന്നു. മാണിസാർ മുണ്ടും മടക്കി കുത്തി കയറി വരുമ്പോൾ മുതലാളി മാത്രം മോങ്ങിക്കൊണ്ട് ഇറങ്ങി പോകേണ്ടി വരുമോ എന്ന ആശങ്കയിൽ ഈ ആഴ്ചയിലെ ദിൻ തരികിടതവും ആരംഭിക്കുകയാണ്. നടുങ്ങട്ടങ്ങനെ നടുങ്ങട്ടെ, കോഴിക്കോടങ്ങാടി നടുങ്ങട്ടെ എന്ന മുദ്രാവാക്യവുമായി അമിത്ഷായും കൂട്ടരും അമിട്ട് പൊട്ടിക്കുന്നു. ആരാകും താമരക്കണ്ണിൽ വീഴുക? റബ്ബറിൻ്റെ വലിവുള്ള മാണിസാർ എന്ന സുന്ദരിയോ, മറ്റേതെങ്കിലും ഈർക്കിൽ പാർട്ടിയോ, അതോ വൻ തിമിംഗലമോ? ഇനി അതല്ല, കോഴിക്കോട്ടെ കോഴി ബിരിയാണി കഴിച്ച് ഷായും കൂട്ടരും പതിവ് പോലെ മടങ്ങുമോ? എന്തായാലും കോഴിക്കോട് താമരത്തിളക്കം തുടങ്ങി. ജനങ്ങളെ ഞങ്ങളെ ഉണർത്തും. ജനാധിപത്യത്തിലെ ജനങ്ങൾ രാജാക്കന്മാരും. കുറച്ചു കാലം പോലീസും ചില പത്രങ്ങളിലും ചാനലുകളും കയ്യിലുണ്ടാവും. അതിൻ്റെ പേരിൽ തെറ്റിദ്ധാരണ പടർത്താൻ സാധിക്കും. പക്ഷേ അന്തിമമായിട്ട് അവരെ പാഠം പഠിപ്പിക്കും. ഈ പാഠം ബംഗാളിൽ നിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലും അത് പഠിക്കും. ശങ്കരനുണ്ണിക്കുടമാളൂർ കേശവനങ്ങിനെ പലകൂട്ടം കൊലകൊമ്പൻ നിരന്നേ എതിരെ ഇനിയും അരുത് കുരുതി മകനെ കലികാല കുലദൈവമേ. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണ് BJPക്ക് അനുകൂലമായി പാകപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കോഴിക്കോട്ട് വെച്ച് നടക്കുന്ന ദേശീയ സമ്മേളനത്തിന് അതീവ പ്രാധാന്യമുണ്ട്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ ഏറ്റവും വലിയൊരു രാജനൈതിക കക്ഷിയായി, രാഷ്ട്രീയ പാർട്ടിയായി വളർത്താൻ, ഉയർത്തിക്കൊണ്ടുവരാൻ സഹായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മേലേക്കാവിൽ പൂരക്കാവടി വീലിക്കോരടി പാണ്ടിപ്പടയണി മേളം, ഓ കാവടി മേളം, ഓ കാവടി മേളം, ഓ ഇനിയാണ് നടേശൻ മുതലാളി മനസ്സ് തുറക്കേണ്ടത്. അല്ല മുതലാളി, വല്ലതും നടക്കുമോ? മഹാന്മാരെ അടുത്തെറിഞ്ഞതോടെ വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞുവോ? എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. അല്ല, ഇപ്പോൾ പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടുള്ള ഒരു വിഷമം. BDJS-ന് BJP ചില സ്ഥാനങ്ങളെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ സ്ഥാനങ്ങളൊന്നും നാളെ വരെ കൊടുത്തില്ല. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ പല തലങ്ങളിൽ ഡൽഹി വെച്ചും പലയിടത്ത് വെച്ചും പല ചർച്ചകളിലും അവരുടെ പല ഉന്നത നേതാക്കന്മാരും ഒക്കെ ആയിട്ടേക്ക് നടന്നെങ്കിലും നാളെ വരെ അതിന് റിസൾട്ട് ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് ഒരുപാട് അണികളിൽ വലിയ അസംതൃപ്തിയും അത് മുതലെടുത്ത് ശത്രുക്കൾ ഒരുപാട് കടന്നാക്രമിക്കുകയും ചെയ്യുന്നുണ്ട് BDJS-ന്. അതിൻ്റെ പേരിൽ ഒരുപാട് മനപ്രയാസവും പ്രതിഷേധവും ഖേദവും ഒക്കെ പ്രയാസമൊക്കെ BDJS-നുണ്ട് എന്നുള്ള സത്യമാണ്. കുടവുമായി താമര കുടുംബത്തിൽ ചെന്ന് കയറിയപ്പോൾ കുറേ തരാമെന്ന് പറഞ്ഞിരുന്നു. അധികവും വാഗ്ദാനങ്ങളായിരുന്നു അല്ലേ? പറച്ചിലല്ലാതെ പ്രായോഗിക തലത്തിൽ ഒന്നും ചെയ്ത് കാണുന്നില്ല. അതിൻ്റേതായ വിഷമം സ്വാഭാവികമാണല്ലോ, അതുണ്ട്. ഇപ്പോൾ ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. മഹാന്മാരെ അടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണുടഞ്ഞു പോകുന്ന പറഞ്ഞാൽ സത്യ.
ഇനി കുമ്മനം കൂടി നടേശ മുതലാളിയെ നൈസായിട്ടങ്ങ് ഒഴിവാക്കുന്നത് കണ്ടോളൂ. അല്ല, ആ കാര്യങ്ങൾ ദേശീയ നേതൃത്വവുമായിട്ടുള്ള സംഭാഷണങ്ങളാണ്. NDA സംബന്ധിച്ച് കേരളത്തിൽ BDJS-ഉം ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഉലച്ചിലും സംഭവിച്ചിട്ടില്ല. ഇത് കയ്യാലപ്പുറത്ത് കിടക്കുന്ന ഭരണമാണ്. വിമാനം ഇപ്പോൾ ഇറങ്ങും എന്ന് കരുതി കാത്തിരുന്ന ആറന്മുളയിലെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാരുടെ മുന്നിൽ വള്ളപ്പാട്ട് പാടി നമ്മുടെ കൃഷിമന്ത്രിയും കൂട്ടരും പാടത്ത് കൃഷിയിറക്കുവാണ്. ആറന്മുള വിമാനത്താവളം ആവിയാക്കുന്ന വിത്താണ് കൃഷിമന്ത്രി ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. മൂപ്പരിത്തിരി പ്രായം ചെന്ന ആളാണല്ലോ. അക്കിയെടുക്ക്, ആ സ്വിച്ച് എടുക്ക്. ഇപ്പൊ ശരിയായി. ആ ഡീസൽ കൊണ്ട് അടിക്കി. ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ. ആഹാ, എന്നാ ഇപ്പൊ ശരിയായി തരാ. വയലിലെ എല്ലില്ലാലോ 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 ഇടക്കാമുള്ള താമ്പൂലമെല്ലില്ലാലോ. എന്നാ ചേട്ടനും ചാട് ചാട്. തടയണകും എല്ലില്ലാലോ 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 ഇണക്കാമുള്ള താമ്പൂലമെല്ലില്ലാലോ. രണ്ടു പതിറ്റാണ്ടിലേറെയായി കൃഷി കിടന്ന ഈ തരിശു പാടങ്ങളിൽ കൃഷി ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ അറിയിക്കുകയാണ്. നമ്മുടെ ആറന്മുള പുഞ്ചയിൽ ട്രാക്ടർ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ബഹുമാന്യനായ കൃഷിമന്ത്രിയിലേക്ക് മൈക്ക് കൈമാറുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ MLA വീണ ജോർജ്. ഭർത്താവും കുട്ടികളൊക്കെ അതിന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. നന്നായി. അതെന്ത് വേണ്ടാന്ന് വെച്ച് വേണ്ടാന്ന് തോന്നി അത്ര തന്നെ. ഇപ്പോഴും താമസിച്ചിട്ടില്ല, ഇനി ആവട്ടോ. VS ഭയങ്കര ഭാവനാശേഷിയുള്ള നടനാണെന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ പാർട്ടിക്കാരെല്ലാവരും കൂടി പാവം മൊയലാളിയെ വാർത്തുകുത്തി. ഇതേ നോക്ക്, VSന്റെ ആക്ഷൻ ഹീറോ ചിത്രം വരാൻ പോവുകയാണ്. പച്ചപ്പരിഷ്കാരിയായതോടെ VSന് ഇപ്പോൾ പഴയ പോലെയല്ല, ഒരുപാട് സമയമുണ്ട്. കേരള കാസ്ട്രോ അങ്ങയുടെ വെള്ളിത്തിരയിലെ വെള്ളിരിക്കായി കാത്തിരിക്കുന്നു. അയ്യോ സർവീസ് ബെൻസുകാരെ വന്നോണ്ടിരിക്കുന്ന ബെൻസുകാരില് ഞാൻ പിന്നെ വിളിക്കാം. മനുഷ്യനെ കാണാവുന്ന വിധത്തിൽ ഒന്നൊരുക്കിയതിന് ഞാൻ കുറ്റക്കാരനല്ല. അതിരിക്കട്ടെ, ഈ സിനിമയിൽ എനിക്ക് എത്ര സീനുണ്ട്? ഒരു 51 വരും. അപ്പൊ 51 കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചോളൂ. ഓരോ സീനിലും മാറ്റി മാറ്റി വെക്കാൻ. പിന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു 50 ഫ്ലെക്സ് വെക്കണം. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ.
ഗായത്രി കൂടുതൽ സുന്ദരിയായിരിക്കുന്നല്ലോ. നാട്ടുമാങ്ങ എന്ന് പറയുന്ന പടത്തിൽ അഭിനയിക്കുമ്പോൾ ഇത്രയും കളറില്ലായിരുന്നു. താങ്ക് യു സർ. അതോ ഇപ്പൊ ഇതിന് മേക്കപ്പ് കൂടുതൽ ഇട്ടതാണോ? ആക്ഷൻ കഴിഞ്ഞു, ഇനി ഡബിംഗ് ആണ്. VS പൊളിക്കും. എന്റെ ആക്ട് നന്നായിരുന്നു അല്ലേ? നന്നായിരുന്നു. അതൊക്കെ പോട്ടെ, ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഞാൻ എങ്ങനെയുണ്ട്? ക്യാമറയിൽ കൂടി നോക്കുമ്പോ ഇത്രയും വൃത്തിയിടും. കലയും സാഹിത്യവും സംഗീതവും ഒക്കെ ഉള്ളവരാണ് ഒരു നല്ല പൊതുപ്രവർത്തകരായി മാറുക. അവർക്ക് നല്ല ആർദ്ര മനസ്സുണ്ടാകും. ഞാനിപ്പോ പ്രസിഡന്റ് മാത്രമല്ല, സിനിമാ നടൻ കൂടിയാണ്. ഒരു ഫോട്ടോ എടുത്തേ ഇങ്ങനെ. ഹലോ, ഷോട്ട് റെഡി. ഞാനിപ്പോ പ്രസിഡന്റ് മാത്രമല്ല, സിനിമാ നടൻ കൂടിയാണ്. ആക്ഷൻ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അതെന്താ പോലീസുകാർക്ക് എന്താണ്? അപ്പൊ ഇയാൾ ആദ്യം പറയുമ്പോ ഞാൻ പറയണ്ട. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചവാദ്യ. ഞാൻ റെഡിയാണ്. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുക്കും. അല്ല, അരിയാവുമ്പോഴല്ലേ പെറുക്കിക്കാൻ പറ്റുള്ളൂ. അരിച്ചു പെറുക്കി മര്യാദയ്ക്ക് പന്ത് അടുപ്പിക്കും. അതൊന്നുകൂടെ പറയണ്ട. അത് അല്പ സ്പീഡിൽ, അത് മാത്രം നവമാധ്യമങ്ങളിലൂടെ അറിഞ്ഞു വന്നതാണ് ഞാൻ. പ്രതിഷേധ കൂട്ടായ്മ അല്ലേ? അല്പ സ്പീഡിൽ, അത് മാത്രം നവമാധ്യമങ്ങളിലൂടെ അറിഞ്ഞു വന്നതാണ്. പ്രതിഷേധ കൂട്ടായ്മ നവമാധ്യമങ്ങളിലൂടെ അറിഞ്ഞു വന്നതാണ് ഞാൻ. ടോൺ മാറി. ഒരു ഗ്ലാസ് വെള്ളം തന്നെ. അല്പ സ്പീഡിൽ, അത് മാത്രം നവമാധ്യമങ്ങളിലൂടെ അറിഞ്ഞു വന്നതാണ്. വെള്ളം തന്നെ. ഈ തെണ്ടികളോടൊന്ന് ചിരിക്കണ്ടെന്ന് പറഞ്ഞാൽ അതാണ് എന്റെ പ്രശ്നം. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്ത് അരി മുഴുവൻ പെറുക്കിയെടുക്കാൻ ആര് പറഞ്ഞു? ഉലകനായികമാരുടെ കേസ് ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഇല്ല സാധാരണ പ്രസംഗിക്കും പോലെ തന്നെ. ഇതൊക്കെ എന്ത്